Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom സെക്കൻഡ് സെമസ്റ്റർ ആരംഭിച്ചിരിക്കുകയാണ്. അസൈൻമെന്റ്സ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് ഒക്കെ ഫിനിഷ് ചെയ്യുക. പെട്ടെന്നായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അനൗൺസ് ചെയ്യുക. ഓക്കെ, 4 സബ്ജക്ട്സിന് 2 വീതം 8 അസൈൻമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ദെൻ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ്. ആ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തുടങ്ങിയിൽ കാണാം. നെക്സ്റ്റ് ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് സെമസ്റ്റർ BCom സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ്. മേജർ ഡിസിപ്ലിൻ കോഴ്സാണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, ഏതൊരു ഓർഡറിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ സിലബസ് അനാലിസിസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA അതുപോലെ തന്നെ BA MCom MBA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്ററിലെ 4 സബ്ജക്ട്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. നല്ല എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളതാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 6 ബ്ലോക്കുകളുണ്ട്. അതിൽ ആദ്യം മാത്തമാറ്റിക്സിൻ്റെ ഏരിയ ആണ് പാർട്ട് A. 2 ബ്ലോക്കുകൾ അരിത്തമെറ്റിക്, അതുപോലെ തന്നെ അതിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, മെട്രിക്സ് ആണ് വരുന്നത്. ഒരുപാട് കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത ഏരിയ അത്. അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ഇൻഡെക്സ് നമ്പേഴ്സ്. ഓക്കെ, ഇതാണ് സിലബസിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിലാദ്യം ബിസിനസ് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആദ്യം കാണാം. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ടൈം വാല്യൂസ്, പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. റേഷ്യോ, പ്രപ്പോർഷൻ, കമ്പ്യൂട്ടേഷൻ, പ്രപ്പോർഷണൽ കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ, ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ. പിന്നെ മെട്രിക്സ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് മെട്രിക്സ്. അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ തിയറി ഉണ്ട്. ഓക്കെ, മെട്രിക്സ് ഓപ്പറേഷൻസ്. ദെൻ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. ലാവറേജസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, മാത്തമാറ്റിക്കൽ ആവറേജസ്, മീൻ, മീഡിയൻ, ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിലുള്ള കാൽക്കുലേഷൻസ്. പൊസിഷണൽ ആവറേജ് ആണ് ഇവിടെ. നെക്സ്റ്റ് മീഡിയൻ കാണാൻ സാധിക്കും. പിന്നെ ഡിസ്പേർഷൻ ആണ് നെക്സ്റ്റ്. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നെക്സ്റ്റ് വരുന്നു. അതിനുശേഷം കോറിലേഷൻ ആണ് SAക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വരുന്നത്. മെഷേഴ്സ് ഓഫ് കോറിലേഷൻ, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ റിഗ്രഷൻ. ഓക്കെ, ദെൻ മെഷേഴ്സ് ഓഫ് റിഗ്രഷൻ ആൻഡ് ഫൈനലി ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതാണ് പ്രൈസ് ഇൻഡെക്സ്, അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ വലിയൊരു സബ്ജക്റ്റാണ്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഒരുപാടാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് വരുന്നത്, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഒരുപാടുണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടല് ഒരു 300 പേജസ് ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞാണ്, ഞാനിനി 1 by 1 ആയിട്ട് അതിലേക്ക് കടക്കുന്നില്ല. കുട്ടികൾക്ക് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം എന്താണെന്നുള്ളത് പറയാം. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ സബ്ജക്റ്റിനോടൊരു വെറുപ്പ് തോന്നരുത്. അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാനും സാധിക്കണം. ഞാൻ പഠിച്ച കാര്യങ്ങൾ എക്സാമിന് വരും ചെയ്യണം. അതാണ് സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ടായിട്ടുള്ളൊരു അപ്രോച്ചിലോട്ട് പോകുമ്പോൾ എങ്ങനെ പഠിക്കണം, ഈ ഓർഡറിൽ പഠിക്കുന്നതാണോ നല്ലത്,
ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ മാത്തമാറ്റിക്സിൻ്റെ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏരിയ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കണ്ടോ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നതും ഈ പറയുന്ന സ്റ്റാറ്റിയുടെ ഏരിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ മാത്സും വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നിങ്ങൾ സ്റ്റാറ്റി ഏരിയ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുക. നേരെ മറിച്ച് നിങ്ങൾ ഈ ബുക്കിൻ്റെ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ മിക്കതും കുറച്ച് കഴിയുമ്പോൾ ഈ സബ്ജക്റ്റിനോട് വെറുപ്പ് തോന്നും. കാരണം ആദ്യം തന്നെ ഈ പറയുന്ന മെട്രിക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മെട്രിക്സിൻ്റെ ഏരിയ എസ്പെഷ്യലി +1 +2 കോമേഴ്സ് പഠിച്ച കുട്ടികൾ മെട്രിക്സ് ഒന്നും കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. മാത്സ് എടുക്കാത്ത കുട്ടികളുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ഈ ആദ്യം തന്നെ ഈ മെട്രിക്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പിന്നെ ഈ സബ്ജക്റ്റ് വെറുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടത് സ്റ്റാറ്റി ഏരിയ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ഓർഡറിൽ തന്നെ പഠിക്കാം. സെൻട്രൽ ടെൻഡൻസി ആദ്യം പഠിക്കുക, ഡിസ്പേർഷൻ, ദെൻ കോറിലേഷൻ, റിഗ്രഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എസ്ഐക്ക് വരുന്നത്. കോറിലേഷൻ പഠിക്കുക, റിഗ്രഷൻ പഠിക്കുക, ഫൈനലി ഇൻഡെക്സ് നമ്പർ. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ടൈം വാല്യൂ ഓഫ് ടൈം വാല്യൂസ്, അങ്ങനെ പഠിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ ഇതിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ, നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടത് സ്റ്റാറ്റി ഏരിയ വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ആവറേജിലേക്ക് പോവുക, ആവറേജസ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഡിസ്പേർഷനിലോട്ട് പോകുക, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, പിന്നെ കോറിലേഷൻ പോട്ടെ, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ. അതിനുശേഷം മുകളിലേക്ക് പോയാൽ മതി. ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ അതിൻ്റെ കാൽക്കുലേഷൻ, ടൈം വാല്യൂ, റേഷ്യോ, പ്രൊപ്പോർഷൻ. ഫൈനലി ലാസ്റ്റ് നിങ്ങൾ മെട്രിക്സിലോട്ട് ഫോക്കസ് ചെയ്താലും മതി. കാരണം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മെട്രിക്സ് നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം, അപ്പുറത്ത് അവിടെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പ്രോബ്ലം പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് മൊമെൻറ്റ് നടക്കണ കേസല്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. അസൈൻമെൻറ്റ്സിനും നിങ്ങൾ സമയം കണ്ടെത്തണം. അപ്പോൾ ഇതാണ് ഈ ഒരു സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എന്താണ് പറയുക, സ്മാർട്ട് സ്റ്റഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എക്സാം പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത്. ഇനി അത് മാത്രമല്ല നിങ്ങളടുത്ത് പറയാനുള്ളത്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇഷ്ടം പോലെ പേജസ് അല്ല സബ്ജക്റ്റിനും, ലെങ്തി ആയിട്ടുള്ള പ്രസൻറ്റേഷൻ, അതും എന്താണ് ചിലതൊക്കെ ബുദ്ധിമുട്ടാവണു എന്നുള്ളൊരു അഭിപ്രായം ഒരുപാട് കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ KCS പബ്ലിക്കേഷൻസിൻ്റെ എക്സാം ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഗൈഡ് പോലെ അത് പഠിച്ചാൽ മതി, വേറെ ഒന്നും പിന്നെ ആവശ്യമില്ല. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സബ്ജക്റ്റാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേപ്പർ. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതനുസരിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സബ്ജക്ട്സ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇത്രത്തോളം ലെങ്തി ഈ സ്റ്റഡി മെറ്റീരിയൽ നോക്കി സമയം കളയേണ്ട. പിന്നെ ചില കുട്ടികൾക്ക് മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുന്നു, ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെയാണ് കിട്ടുന്നത്. വരും സെമസ്റ്ററുകളിലും നമ്മളിതൊക്കെ ക്വിക്കായിട്ട് നൽകുന്നതായിരിക്കും. അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം. നമ്മൾ ഓർഡർ ചെയ്യാൻ നമ്മുടെ ബുക്ക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വേണ്ട കുട്ടികൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്ത് വെക്കാം. പ്രീ ഓർഡർ പേ ചെയ്യേണ്ട ഇപ്പോൾ നമ്മൾ ഓർഡർ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്ട്സ്, ബാക്കിയുള്ള സബ്ജക്ട്സും ഇതുപോലെ തന്നെ വേണമെങ്കിൽ പറയാം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.